ആമി. പുട്ടിഭൂതം കേറി വന്നത് കണ്ടത് എന്നെയാണ്. ഒന്ന് നോക്കിക്കൊണ്ട് നന്ദുവിന് നേരെ തിരിഞ്ഞു. എപ്പോഴാ വന്നെന്ന് ചോദിച്ചു പോയി. അയ്യേ, ഇവൾക്കെന്ത് ചാടയടി? ഇതെന്താടി എന്നെ ഒന്ന് മൈൻഡ് കൂടെ ആക്കാഞ്ഞേ? സമയമുണ്ടല്ലോ മോളെ. രുദ്രേട്ടൻ്റെ ഭാര്യയാണെന്നറിയുമ്പോൾ നിന്നെ മാത്രമേ മൈൻഡ് ചെയ്യൂ. അവര് അത്രയ്ക്കും കൂട്ടാണോ? എന്താ കൂട്ടോ? പൊന്നു മോളെ, ഇതുവരെ എല്ലാം കണ്ടറിഞ്ഞില്ലേ? മോള് ഇതും കൂടെ കാണ്. അതെന്താ? ഞാൻ എൻ്റെ സംശയം ചോദിച്ചതും ഭർത്തുവും ബാക്കി പടയും വന്നു. പിന്നെ അവിടെ നിൽക്കാതെ അവരുടെ കൂടെ വിട്ടു. പാടത്ത് പോയതുകൊണ്ട് അവരൊക്കെ കുളിക്കാൻ പോയി. കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്ന് ഞാനും റൂമിലേക്ക് വിട്ടു. ഭർത്തു കുളിക്കാണ്. ബാൽക്കണിയിൽ ചെന്നിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതുകൊണ്ട് അവിടെ ചെന്നിരുന്നു. വീട്ടിലേക്ക് വിളിച്ചു. അമ്മയ്ക്ക് എപ്പോഴും ഒരു കാര്യമേ ഉള്ളൂ പറയാൻ, ചീത്ത പേര് കേൾപ്പിക്കരുത് എന്ന്. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഇവിടെയുള്ളവരെ കുറിച്ചൊക്കെ ഓരോ നോട്ട് കൊടുത്തു. ഇത്ര പെട്ടെന്ന് ഇത്രയും മനസ്സിലായോ എന്നാണ് അമ്മയുടെ ഡൗട്ട്. ഞാൻ ആരാ മോള്? കുറച്ചു നേരം സംസാരിച്ച് പിന്നെ കോള് കട്ടാക്കി. ഹേയ് രുദ്ര! പെട്ടെന്ന് റൂമിൽ നിന്ന് ശബ്ദം കേട്ട് ചെന്ന് നോക്കിയതും എനിക്ക് അടിമുടി തരിച്ച് കയറി. ആ പ്രിയ എൻ്റെ ഭർത്തുവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ദേഷ്യം കൊണ്ട് നിലത്ത് ചവിട്ടി അവരെ തുറച്ചു നോക്കി. ഹൗ ആർ യു ഡിയർ? ഫൈൻ. എന്താ നിനക്കൊരു ദേഷ്യം? വെറുതെ ദേഷ്യം പിടിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. നിനക്കൊരു മാറ്റവുമില്ല, അവള് ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓരോ ദിവസം കൂടുമ്പോഴും മാറാൻ എനിക്ക് കഴിവൊന്നുമില്ല. ഓ ഫണ്ണി. ഭർത്തുവിൻ്റെ കയ്യിൽ തട്ടി അതും പറഞ്ഞതും ഭർത്തു എന്തിനാ ഇപ്പം ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു. അത് കേട്ടതും എനിക്ക് കുറച്ച് സമാധാനമായി. നിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ കേട്ടു. നിനക്ക് എന്തായിരുന്നു അങ്ങനെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ട്? സാഹചര്യം കൊണ്ട് കെട്ടിയതാണോ നീ? ഇവളൊക്കെ എന്തിനാ അതറിയുന്നത്? ഓഹ് മൈ ഗോഡ്! എൻ്റെ കഞ്ഞിയിലെ പാറ്റയാവാനുള്ള ശ്രമമാണോ? നടക്കില്ല മോളെ. നന്ദു പറഞ്ഞതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവൾക്ക് എൻ്റെ ഭർത്തുവിന് നേരെ ഒരു കണ്ണുണ്ട്. പ്രിയ, അതൊന്നും നിന്നെ ബാധിക്കില്ല. എൻ്റെ കാര്യം എനിക്കറിയാം. നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ബാധിക്കും. എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നിനക്കറിയുന്നതല്ലേ ഞാൻ നിന്നെ. സ്റ്റോപ്പ് ഇറ്റ് പ്രിയ. വന്ന് കയറിയതല്ലേ ഉള്ളൂ. പോ, സംസാരിക്കാൻ സമയമുണ്ട്. ഭർത്തു ദേഷ്യത്തിൽ പോയതും ഞാനും പോകാൻ വേണ്ടി നടന്നു. ഹേയ്! പ്രിയ വിളിച്ചതും ഞാൻ നടത്തം നിർത്തി. എന്തായിരുന്നു നിന്റെ നെയിം? ആത്മിക. ആമി. ഓ ഓക്കെ, ആമി. ശരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടന്നത്? രുദ്രൻ്റെ സാഹചര്യം മോശമായത് കൊണ്ടാണോ നിന്നെ പറഞ്ഞു വന്നത് മുഴുവനാക്കാൻ സമ്മതിപ്പിക്കാതെ ഞാൻ? പ്രിയ, നീ വാ, നമുക്കേ ചായയൊക്കെ കുടിച്ച് സംസാരിക്കാം. അതും പറഞ്ഞ് വേഗം നടന്നു. പിന്നെ അവളുടെ അടുത്തോട്ട് തന്നെ പോയില്ല. പ്രിയയാണെങ്കിൽ രുദ്രേട്ടൻ്റെ പിന്നാലെയാണ്. അത് കാണും തോറും എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരുന്നു. അവസാനം ഭർത്തു എണീറ്റ് പോയതും പിന്നാലെ ഞാനും പോയി. ഇതൊന്ന് ചോദിക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. റൂമിൽ കയറിയതും ഞാൻ വേഗം മുന്നിൽ പോയി നിന്നു. എന്താ? ആ പ്രിയ എന്തിനാ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? അത് എന്നോടാണോ ചോദിക്കുന്നേ? നീ പോയി അവളോട് ചോദിക്കേ. അവളുടെ പെരുമാറ്റം എനിക്കൊട്ടും പറ്റിയില്ല. അതിന് നിന്നോട് അവളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതാൻ പറഞ്ഞാടി. പെട്ടെന്ന് ഭർത്തു ഒച്ചയെടുത്ത് ചോദിച്ചതും ഞാൻ ഇല്ല എന്ന് തലയാട്ടി വേഗം പുറത്തേക്കോടി. കലിപ്പ് മൂട് ഓണാക്കുന്നത് എനിക്ക് നല്ലതല്ല. അന്ന് മുഴുവനും അവളെ ഓരോ നോട്ടം കാരണം ചടച്ചു. ബാക്കി എല്ലാവരും പൊളിയാണ്. എന്തായാലും പ്രിയ എൻ്റെ പാരയാകുമെന്ന് തോന്നുന്നു. വെറുതെ അതാലോചിച്ച് സമയം കളയണ്ട എന്ന് കരുതി ഞാൻ അതെല്ലാം മൈൻഡിൽ നിന്ന് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞതും ശാരിക്കൊച്ചും മുത്തും ഉറങ്ങാൻ പോയി. പിന്നെ അധിക നേരം നിൽക്കാതെ ഞങ്ങളും പോന്നു. ആദി കിടക്കാൻ പോന്നപ്പോൾ അപ്പു പിന്നാലെ കൂടി.
ഞങ്ങൾ രണ്ടാളും കൂടെ മൂവിയൊക്കെ കണ്ടങ്ങോട്ട് കിടന്നു. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ രുദ്രനെ പോലെ തന്നെയാണ് കാണുന്നത്. എല്ലാവരും വെറും പാവങ്ങളാണ്. മദറിനെ വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഉറക്കം വന്നപ്പോൾ ഫോൺ ഓഫാക്കി കിടന്നു. അപ്പോൾ ഉണ്ടായിരുന്നു രുദ്രൻ. പ്രിയ വന്നപ്പോഴേ എൻ്റെ മൂഡ് പോയി. ഒരു സമാധാനം തരാതെ പിന്നാലെ തന്നെ നടക്കും. ആമിയാണെങ്കിൽ അപ്പത്തേനും നഖം കടിച്ചിരിപ്പാണ്. നഖം കടിച്ച് കിടക്കുന്നത് കാണാൻ നല്ല ചേലുണ്ട്. എന്നെ കണ്ടതും മുഖം വീർപ്പിച്ച് ഇതിനെ ഞാൻ എന്താ ചെയ്തേ? ബെഡിൽ പോയി കിടന്നപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പാടത്ത് പോയതിൻ്റെ ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കവും വന്നു. രാവിലെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് തന്നെ പെണ്ണിൻ്റെ വീർപ്പിച്ച മുഖമാണ്. ഇന്നലെ വീർപ്പിച്ചു വെച്ചതാ, ഇതുവരെ പൊട്ടിയിട്ടില്ല. അവളെ മൈൻഡാക്കാതെ എൻ്റെ പണിക്ക് നിന്നു. കോഫി നോക്കിയപ്പോൾ ആണ് പെണ്ണിൻ്റെ മുഖം വീർത്തതിൻ്റെ കാരണം മനസ്സിലായത്. 2 കോഫിയുണ്ട്. അപ്പോൾ 1 പ്രിയയുടെ ആകും. ഇതിലിപ്പോൾ ഈ പെണ്ണിൻ്റെ ഏത് കോഫി ആകും? അതും ചിന്തിച്ച് കോഫിയുടെ അടുത്തേക്ക് നടന്നതും പെണ്ണ് അവളുടെ ഗ്ലാസ് എടുത്ത് നീട്ടി. അത് മേടിക്കാൻ നിന്നതും പ്രിയ വന്ന് മറ്റേ ഗ്ലാസ് എടുത്ത് ആമിയുടെ മുന്നിൽ കയറി നിന്നു. അത് കണ്ടതും ദേഷ്യം വന്നു. പിന്നെ സഹിച്ചങ്ങോട്ട് നിന്നു. അപ്പോഴേക്കും പെണ്ണിൻ്റെ മുഖം വീർത്ത് ഇപ്പ പൊട്ടും എന്ന പോലെയായി. പ്രിയ നീട്ടിയ ഗ്ലാസിന് നേരെ കൈ കൊണ്ടുപോയതും ആമിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അയ്യേ, ഈ പെണ്ണ് ഇത്രയുള്ളോ? പ്രിയയുടെ കൈ മാറ്റി പോകാൻ ആമിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് മേടിച്ചു കുടിച്ചു. എന്താ പ്രിയ, എനിക്ക് കോഫിയൊക്കെ തരാൻ എനിക്കെൻ്റെ ഭാര്യയുണ്ട്. ഇവള് തന്നാൽ മാത്രമേ കുടിക്കാൻ പറ്റൂ? ആമിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പ്രിയ ചോദിച്ചു. ആ, അങ്ങനെ പറ്റൂ. എൻ്റെ കാര്യം നോക്കാൻ നീ വരണ്ട പ്രിയ. അതും പറഞ്ഞതും പ്രിയ ആമിയെ തുറച്ചു നോക്കി. ഇപ്പോൾ ആമിയുടെ മുഖം വീർപ്പിച്ചു വെച്ചിട്ടില്ല. അവൾ കൊടുത്ത കോഫി കുടിച്ചതുകൊണ്ട് സന്തോഷത്തിലാണ് പെണ്ണ്. പെട്ടെന്ന് പെണ്ണ് വന്ന് കവിളിൽ ഒരു കിസ് തന്നു. ഒറ്റ ഓട്ടം എൻ്റെ കിളി പോയി നിൽക്കുകയാണ്. എന്താ രുദ്ര, ഒരു കിസ് കിട്ടിയപ്പോഴത്തേനും ഇങ്ങനെ ഷോക്കാവല്ലടാ? ഇനി എന്തൊക്കെ കിടക്കണോ? അതും പറഞ്ഞ് ആദി കയറി വന്നപ്പോൾ ചമ്മല് പുറത്ത് കാട്ടാതെ വേഗം താഴോട്ടേക്ക് വിട്ടു. ആദിയുടെ മുന്നിൽ അധികം നേരം നിൽക്കുന്നത് ആപത്താണ്. ആദി ചിലപ്പോൾ എന്നെ വിളിക്കാൻ തന്നെ വന്നതാകും. ഇപ്പോൾ അവൻ്റെ ഒപ്പം വന്ന പ്രശ്നാണേ. ആദി എവിടെ മോനെ? നിന്നെ വിളിക്കാനല്ലേ അവനെ മോളിലോട്ട് വിട്ടേ? മുത്തുവാണ്. ഞാൻ വരുന്നുണ്ടേ. ഞാൻ എന്തായാലും പറയുന്നതിന് മുമ്പ് ആദി അത് പറഞ്ഞു വന്നു. പ്രിയ വന്നതും എൻ്റെ അടുത്തുള്ള ചെയറിൽ കയറിയിരുന്നു. അത് കണ്ടോണ്ടാണ് ആമി വന്നത്. പക്ഷേ പെണ്ണ് അത് മൈൻഡാക്കാതെ ആദിയുടെ അടുത്ത് പോയിരുന്നു. ഇതെന്ത് പറ്റിയതാവോ? ഹാളിൽ എല്ലാവരും കൂടെ കൂടിയതും മുത്തു ചോദിക്കുന്നത് കേട്ട് ഞാൻ ആമിയെ നോക്കി. അവളും അപ്പോൾ എന്നെ നോക്കി. ആമി രാവിലെ തന്നെ പ്രിയയും ചായയും കൊണ്ട് വന്നു. അത് കണ്ടപ്പോൾ അവൾക്കിട്ടൊന്ന് പൊട്ടിക്കാനാ തോന്നിയത്. എൻ്റെ ഭർത്തുവിന് ഞാൻ കൊടുക്കൂലേ ചായ? ബ്ലഡി റാസ്കൽ. അവളെ പ്രാഗി നിന്നപ്പോഴേക്കും ഭർത്തു വന്നു. എൻ്റെ ചായ തന്നെ കുടിച്ചപ്പോഴാ ഒരു സമാധാനമായത്. പ്രിയയുടെ ചായ എങ്ങാനും തൊട്ടിയിന്നെങ്കിൽ കാണിച്ചു കൊടുത്തീനെ. ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോഴും പ്രിയ എൻ്റെ ഭർത്തുവിൻ്റെ അടുത്തേക്ക് പോയി. എല്ലാതും മൈൻഡാക്കി നടന്ന അതിനെ നേരം കാണൂ. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ ആദിയുടെ അടുത്തോട്ട് പോയി. മുത്തു പറയുന്നത് കേട്ടതും ഞാൻ എൻ്റെ ഭർത്തുവിനെ ഒന്ന് നോക്കി. രുദ്രൻ്റെ വിവാഹം ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടതാ. അപ്പോഴൊക്കെ അവൻ കല്യാണമൊന്നും ഇപ്പം വേണ്ട എന്നും പറഞ്ഞ് നടന്നു. ഇപ്പം ഇതാ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്കത് കാണാൻ ഭാഗ്യമുണ്ടായില്ല. രണ്ടുപേരും തമ്മിൽ ഇഷ്ടം വല്ലതും ആയിരുന്നോ? മുത്തച്ഛൻ്റെ ചോദ്യം കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ഒരു മ്ലാനതയായിരുന്നു. മുത്തശ്ശിയുടെയും ദേവൂമ്മയുടെയും മാമീൻ്റെയും ഒക്കെ. ഇവർക്കൊക്കെ എൻ്റെ ഭർത്തുവിൻ്റെ വിവാഹം കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ശാരിക്കൊച്ചാണ്. അമ്മേ, അതൊക്കെ വലിയ കഥയാണ്. ഞാൻ ഒഴിവ് പോലെ പിന്നെ പറഞ്ഞു തരാം. അമ്മ വേഗം ഇടപെട്ടു.